ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ തവണത്തേക്ക് നീ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. മനോജെ, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാ. പക്ഷെ നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാം. പക്ഷെ എന്നോട് ആ വീട്ടിൽ തങ്ങണമെന്നൊന്നും നീ പറയരുത്. ഇല്ല, ആരോടും ഒരു നന്ദിയും കാണിക്കാത്ത പ്രകാശേട്ടന് അതിന്റെ ആവശ്യമേ ഇല്ല. ആ കേട്ട് കാണുമായിരിക്കും. ഏയ്, ഇതൊന്നും ആയിരിക്കില്ല. കഴിഞ്ഞ മാസത്തെ ബില്ലടയ്ക്കാൻ സമയമാവുന്നതേ ഉള്ളൂ. ആ കറണ്ട് ബില്ല് കൂടി പറ്റുമെങ്കിൽ ജഗനെ കൊണ്ട് അടപ്പിക്കാൻ പറയാനായിരിക്കും. പ്രകാശേട്ടന്റെ ഈ സ്വഭാവം കാരണം ഈ കൊല്ലം അച്ഛന് പിറന്നാളാഘോഷം പോലും വേണ്ടെന്നാ പറയുന്നത്. പ്രകാശേട്ടന്റെ സ്വഭാവം ഇന്നലെ മുതൽ മാറി വന്നതല്ലോ. പണ്ടേ ഇങ്ങനെ തന്നെയല്ലേ. പിന്നെ എന്തിനാ അച്ഛൻ പിറന്നാൾ ആഘോഷം മാറ്റിവെക്കുന്നത്? വിനുവേട്ടനെ ഇറക്കി വിട്ടത് അച്ഛന് വലിയ സങ്കടമായിട്ടുണ്ട്. വിനുവേട്ടനല്ലാതെ അച്ഛൻ ഒരാഘോഷത്തിനും തയ്യാറുമല്ല. ആ, അച്ഛൻ ആഘോഷം വേണ്ടെന്ന് നിർബന്ധം പിടിച്ചോട്ടെ. നമുക്ക് നമ്മുടേതായ രീതിയിൽ നടത്താമല്ലോ. ആ, എന്നാലേ താൻ പണി തുടങ്ങിക്കും. എന്തായി പോയ കാര്യങ്ങള്? എന്തോ വെട്ടിപ്പിടിച്ചതുപോലുള്ള വരവാണല്ലോ. അയ്യോ, വെട്ടിപ്പിടിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ കാര്യങ്ങൾ ഏകദേശം അടുത്ത് വരുന്നുണ്ട്. എന്നുവെച്ചാ അടുത്ത വർഷം തൊട്ട് മാധവൻ നായർ ജയന്തി സർക്കാർ പബ്ലിക് ഹോളിഡേ ആക്കി കൊടുക്കുവോ? അല്ല, നിന്റെ അച്ഛന്റെ പിറന്നാള് ഇന്ത്യൻ ഹിസ്റ്ററിയോട് ചേർന്നതാണല്ലോ. വേണ്ട, കളിയാക്കണ്ട. നിന്റെ അച്ഛനെ കളിയാക്കിയപ്പോ നിനക്ക് പിടിച്ചില്ലല്ലോ. അങ്ങനല്ലേ പ്രകാശേട്ടനോട്ട് വഴക്കുണ്ടാക്കിയത്? ഓ, വേണ്ടെങ്കി വേണ്ട. ആ, എന്നാലും കേക്കട്ടെ, നിന്റെ അച്ഛൻ പിറന്നാൾ ആഘോഷിക്കാൻ സമ്മതിച്ചോ? സമ്മതിച്ചിട്ടൊന്നുമില്ല. എന്നാലും പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാതില്ല. മനോജെ, നിന്റെ ഏട്ടൻ പ്രകാശേട്ടന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ച ഒന്നും നടക്കില്ല. ആ വീട്ടിലെ മൊത്തത്തിലൊരു വഴിമുടക്കിയ അയാള്. ഇപ്പോ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സംശയങ്ങളോ? എന്ത് സംശയങ്ങള്? ആ സ്ത്രീയില്ലേ, നിന്റെ വന്ദന ചേച്ചി, അവരെന്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് അയാളുടെ പിൻബലത്തോടെ ആണോന്നാ. നമുക്കൊരു കുഞ്ഞുണ്ടായ സ്വത്ത് വീതിച്ചു പോവെന്ന് തോന്നിയാ അയാൾ അതും ചെയ്യും. ദേഹരുതേ, നീ എന്തിനാ ആവശ്യമില്ലാതൊക്കെ ചിന്തിക്കുന്നത്? നോക്ക്, നമുക്കിപ്പോ എങ്ങനെയെങ്കിലും അച്ഛന്റെ പിറന്നാൾ ആഘോഷിച്ച് അച്ഛന്റെ പ്രീതി പിടിച്ചു പറ്റണം. നീ പോയി പ്രീതി പിടിച്ചു പറ്റൂ, അച്ഛന്റെ പാദസേവ ചെയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. വെറുതെ എന്നെ അതിലേക്ക് വലിച്ചഴക്കരുത്. ഹരിത, നീ അങ്ങനൊന്നും പറയാതെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ അതിന്റെ പ്രയോജനം നിനക്കും കിട്ടും. ഒന്നുമില്ലെങ്കിലും നമ്മൾ അമ്മ ഇവിടെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തിയതൊക്കെ എല്ലാരും മറക്കും. നിന്റെ പ്രകാശേട്ടന്റെ വിവരം കേട്ട വാക്കും കേട്ട് കുഴിയിലോട്ട് ഇറങ്ങാൻ എന്നെ കിട്ടില്ല. നീ പോവോ വരുവോ എന്താന്ന് വെച്ചാ ആയിക്കോ. ഞാൻ ആരുടെയും പിറന്നാളിനും വരുന്നില്ല, കുളിയടിയന്ത്രത്തിനും വരുന്നില്ല. നിന്റെ കുഞ്ഞിനെ കൊന്ന കൊലപാതകമുള്ള വീടാ അത്. നിന്നെ ഒന്നും ഓർമ്മിപ്പിക്കല്ലേ. ഹരിതേ, നീ പറയുന്ന ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കണം. ദേ നോക്കിയേ, എനിക്ക് എന്തായാലും ഒരു ബിസിനസ് തുടങ്ങിയാലേ പറ്റൂ. എന്നും നിന്റെ അച്ഛന്റെ ചെലവിൽ തന്നെ കഴിയാൻ പറ്റില്ലല്ലോ. പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. നീ ഒന്ന് സഹകരിക്ക്. ഈ ഒരു പ്രാവശ്യത്തേക്ക് മതി. നമ്മൾ പിറന്നാൾ ആഘോഷത്തിന് കൂടുന്നു, അച്ഛനുമായി സ്നേഹത്തിലാണെന്ന് ബോധ്യപ്പെടുത്തുന്നു, വരുന്നു. ബാക്കിയൊക്കെ അതിന്റെ വഴി അങ്ങ് നടന്നോളും. പ്ലീസ് കരുതാ, ഈ തവണത്തേക്ക് നീ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. മനോജെ, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാ. പക്ഷെ നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാം. പക്ഷെ എന്നോട് ആ വീട്ടിൽ തങ്ങണമെന്നൊന്നും നീ പറയരുത്. ഇല്ല, അങ്ങനൊന്നും ഞാൻ പറയില്ല. താങ്ക് യു ചക്കരെ, താങ്ക് യു.
മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മോളെന്ന്. ആ ഇവളെയോ ഇവളെ ജനിപ്പിച്ച കരുണാകരക്കുറുപ്പിന്റെയോ മാനം കാക്കാൻ വേണ്ടിയല്ല ഞാൻ പോലീസിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞത്. നീയും നിന്റെ നെറികെട്ട കെട്ടിയോളും കൂടി പൂട്ടിയിട്ടിരിക്കുന്നതേ സ്വർണ്ണ കരണ്ടിയുമായി കൊട്ടാരത്തിൽ പിറന്നവളെയാ. ചന്ദ്ര, മാനത്തെ കൊട്ടാ